റിട്ടൺ ഇംഗ്ലീഷിലായാലും സ്പോക്കൺ ഇംഗ്ലീഷിലായാലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന, ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ടു ഹാവ് പ്ലസ് V3 ആൻഡ് ഫോർ ഹാവിങ് പ്ലസ് V3. ഇത് അഡ്വാൻസ് സ്ട്രക്ചേഴ്സാണ്. വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതണം എന്നാഗ്രഹിക്കുന്നവർക്ക്, മാത്രമല്ല അഡ്വാൻസ് ലെവൽ സ്ട്രക്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഇഷ്ടമാവുന്ന ഒരു ലെസൺ ആയിരിക്കും ഇത്. ടു ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു പേര് പറയാം, പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. അതുപോലെ തന്നെ ഫോർ ഹാവിങ് പ്ലസ് V3 അത് നമുക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. V3 എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ദ മൂവി എലോൺ. ഇതിൻ്റെ മീനിങ് എന്താ? മൂവി അവൻ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവൻ സമ്മതിച്ചു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഈ സെൻറ്റൻസ് വളരെ കറക്റ്റായ ഒരു സെൻറ്റൻസാണ്. ഹി ഹാഡ് സീൻ എന്നാണ്. നമുക്കിതിനെ ടു ഹാവ് പ്ലസ് V3 എന്ന ഒരു ഫോർമേഷനിലേക്ക് മാറ്റാം. ഹി ഹാഡ് സീൻ എന്ന ആ ഒരു പാർട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ആ ഒരു പാർട്ട് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഹി അഡ്മിറ്റഡ് ടു ഹാവ് സീൻ ദ മൂവി എലോൺ. നോക്കൂ, ഈ സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ആദ്യത്തെ സെൻറ്റൻസ് പോലെ തന്നെ. പക്ഷേ ടു ഹാവ് സീൻ എന്നുപയോഗിച്ചപ്പോൾ അഡ്വാൻസ് സ്ട്രക്ചറിലുള്ള ഉപയോഗം ആയി. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ദ മൂവി എലോൺ. ദാറ്റ് ഹി ഹാഡ് സീൻ ദ മൂവി എലോൺ എന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ചേഞ്ച് വരുത്തി ടു ഹാവ് സീൻ ദ മൂവി എലോൺ എന്നാക്കിയത്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഹാസ് സീൻ ദ മൂവി എലോൺ. ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഹാസ് സീൻ ദ മൂവി എലോൺ. ഇവിടെ ഹി അഡ്മിറ്റ്സ് എന്നാക്കി. അപ്പോൾ അവൻ സമ്മതിക്കുന്നു എന്നായി. ആദ്യത്തെ സെൻറ്റൻസിൽ സമ്മതിച്ചു എന്നായിരുന്നു. ഇവിടെ സമ്മതിക്കുന്നു. അവൻ സമ്മതിക്കുന്നു. എന്താ സമ്മതിക്കുന്നത്? ഹി ഹാസ് സീൻ ദ മൂവി എലോൺ. അവൻ ആ മൂവി ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട് എന്ന്. അവൻ ആ മൂവി ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട് എന്ന് അവൻ സമ്മതിക്കുന്നു. ഹി ഹാസ് സീൻ എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിനെയും നമുക്ക് ടു ഹാവ് പ്ലസ് സീൻ, ടു ഹാവ് പ്ലസ് V3 ആ ഒരു ഫോർമേഷനിലേക്ക് മാറ്റാം. ഹി അഡ്മിറ്റ്സ് ടു ഹാവ് സീൻ ദ മൂവി എലോൺ. നോക്കൂ, ടു ഹാവ് സീൻ ദ മൂവി എലോൺ എന്ന ഒരു പാർട്ടിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. മീനിങ് സെയിം തന്നെ. ഇനി വേറൊരു സെൻറ്റൻസ്. വി പ്രിറ്റൻഡഡ് ദാറ്റ് വി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. വി പ്രിറ്റൻഡഡ് ദാറ്റ് വി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. ഞങ്ങൾ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അഭിനയിച്ചു. വി പ്രിറ്റൻഡഡ് ദാറ്റ് എന്നാണ്. വി ഹാഡ് ഫിനിഷ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് ദാറ്റ് വി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന ഒരു പാർട്ടിനെ മാറ്റാം. വി പ്രിറ്റൻഡഡ് ടു ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നായി. മീനിങ് രണ്ട് സെൻറ്റൻസിൻ്റെയും ഒന്ന് തന്നെയാണ്. പക്ഷേ ടു ഹാവ് ഫിനിഷ്ഡ് എന്ന് ഉപയോഗിച്ചപ്പോൾ അത് അഡ്വാൻസ് സ്ട്രക്ചറിലെ ഒരു സെൻറ്റൻസായി. ഇനി വി പ്രിറ്റൻഡ് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നാണെങ്കിൽ ഞങ്ങൾ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ അഭിനയിക്കുന്നു എന്നായി. വി ഹാവ് ഫിനിഷ്ഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതിനെയും നമുക്ക് ടു ഹാവ് പ്ലസ് V3 എന്ന ഫോർമേഷനിലേക്ക് മാറ്റാം. വി പ്രിറ്റൻഡ് ടു ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. വി പ്രിറ്റൻഡ് ടു ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. നെക്സ്റ്റ് സെൻറ്റൻസ്. I hope that I will have passed the exam in 2024. 2024 എന്ന ആ ഒരു വർഷം ഞാൻ എക്സാം പാസ്സായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.
അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അത് വളരെ കറക്റ്റായ ഒരു സെൻറ്റൻസാണ്. ഐ വിൽ ഹാവ് പാസ്ഡ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെയും ടു ഹാവ് പ്ലസ് V3 എന്ന ഒരു ഫോമിലേക്ക് മാറ്റാം. ഐ ഹോപ്പ് ടു ഹാവ് പാസ് ദി എക്സാം ഇൻ 2024. നോക്കൂ, ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ ദാറ്റ് ഐ വിൽ ഹാവ് പാസ് ദി എക്സാം എന്ന ഒരു പാർട്ട് മാറ്റി ഐ ഹോപ്പ് ടു ഹാവ് പാസ് ദി എക്സാം ഇൻ 2024 എന്നാക്കി. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെയും നമുക്ക് ടു ഹാവ് പ്ലസ് V3 എന്ന ഫോമിലേക്ക് മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുത്താതെ മാറ്റാം. ഹീ ക്ലെയിംഡ് ദാറ്റ് ഹീ ഹാഡ് ടോൾഡ് മീ എവറിത്തിങ് അബൌട്ട് ദ ഇഷ്യൂ. ഹീ ക്ലെയിംഡ് ദാറ്റ് ഹീ ഹാഡ് ടോൾഡ് മീ എവറിത്തിങ് അബൌട്ട് ദ ഇഷ്യൂ. ആ ഇഷ്യൂവിനെ പറ്റി എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവൻ ക്ലെയിം ചെയ്തു, അവകാശപ്പെട്ടു. ഇനി ഈ സെൻറ്റൻസിനെ നമുക്ക് മാറ്റാം. ഹീ ക്ലെയിംഡ് ടു ഹാവ് ടോൾഡ് മീ എവറിത്തിങ് അബൌട്ട് ദ ഇഷ്യൂ. ദാറ്റ് ഹീ ഹാഡ് ടോൾഡ് എന്നുള്ള ആ ഒരു പാർട്ട് നമ്മൾ മാറ്റി ടു ഹാവ് ടോൾഡ് എന്നാക്കി. ടു ഹാവ് പ്ലസ് V3 ഫോം. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ ക്ലെയിംസ് ദാറ്റ് ഹീ ഹാസ് ടോൾഡ് മീ എവറിത്തിങ് അബൌട്ട് ദ ഇഷ്യൂ. അവൻ ആ ഇഷ്യൂവിനെ പറ്റി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ അവകാശപ്പെടുന്നു. ഹീ ക്ലെയിംസ് ടു ഹാവ് ടോൾഡ് മീ എവറിത്തിങ് അബൌട്ട് ദ ഇഷ്യൂ. ഇപ്പോൾ ടു ഹാവ് ടോൾഡ് മീ എന്നാക്കിയപ്പോൾ അഡ്വാൻസ് സ്ട്രക്ചറിലുള്ള സെൻറ്റൻസായി. സൈമൺ എഗ്രീസ് ദാറ്റ് ഹീ ഹാസ് നോട്ട് കോൾഡ് ഹെർ. സൈമൺ സമ്മതിക്കുന്നു അവളെ അവൻ വിളിച്ചിട്ടില്ല എന്ന്. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഹീ ഹാസിൻറ്റ് കോൾഡ് ഹെർ. മാത്രമല്ല ഇത് ഒരു നെഗറ്റീവ് സെൻറ്റൻസും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ടു ഹാവ് പ്ലസ് V3 ഫോം ഇവിടെ ഉപയോഗിക്കുന്നത് നോക്കൂ. സൈമൺ എഗ്രീസ് നോട്ട് ടു ഹാവ് കോൾഡ് ഹെർ. സൈമൺ എഗ്രീസ് നോട്ട് ടു ഹാവ് കോൾഡ് ഹെർ. അപ്പോൾ ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സെൻറ്റൻസസ് നമ്മൾ ഉണ്ടാക്കി. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെർഫെക്റ്റ് ടെൻസിലുള്ള പാർട്ട് ആണ് നമ്മൾ മാറ്റുന്നത്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും ആകാം. ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് അതേപോലെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഫോർ ഹാവിങ് പ്ലസ് V3 ആണ്. ഫോർ ഹാവിങ് പ്ലസ് V3 നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. നോക്കാം എക്സാമ്പിൾസ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഹീ ഹാഡ് റീച്ച്ഡ് ഓഫീസ് ഓൺ ടൈം. കൃത്യസമയത്ത് തന്നെ അവൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാണ്. നോക്കൂ, ഇവിടെ രണ്ട് ഡിഫറൻറ്റ് സബ്ജക്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഐ ആൻഡ് ഹീ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ഡിഫറൻറ്റ് സബ്ജക്ട്സ് ആണ്, ഒരേ സബ്ജക്റ്റ് അല്ല. ഇത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. നമുക്കിതിനെ ഫോർ ഹാവിങ് പ്ലസ് V3 പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആ ഒരു ഫോമിലേക്ക് മാറ്റാം. ഐ അപ്രീഷിയേറ്റ് ഹിം ഫോർ ഹാവിങ് റീച്ച്ഡ് ഓഫീസ് ഓൺ ടൈം. ഐ അപ്രീഷിയേറ്റ് ഹിം ഫോർ ഹാവിങ് റീച്ച്ഡ് ഓഫീസ് ഓൺ ടൈം. ഇതിൻ്റെ മീനിങ്ങും സെയിം തന്നെയാണ്. അവൻ ഓഫീസിൽ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസ് ഒരു നോർമലായിട്ടുള്ള സെൻറ്റൻസ് ആണ്. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസ് ആയപ്പോൾ അത് നമ്മൾ അഡ്വാൻസ് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ചിട്ടാണ് മാറ്റിയത്. ഷീ റെസ്പെക്ട്സ് യു ബിക്കോസ് യു ഹാവ് സപ്പോർട്ടഡ് ഹെർ. നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനാൽ അവൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഷീ റെസ്പെക്ട്സ് യു ബിക്കോസ് യു ഹാവ് സപ്പോർട്ടഡ് ഹെർ. നോക്കൂ, ഈ സെൻറ്റൻസ് വളരെ കറക്റ്റായ സെൻറ്റൻസാണ്. പക്ഷേ നമുക്കിതിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് മാറ്റാം. ഷീ റെസ്പെക്ട്സ് യു ഫോർ ഹാവിങ് സപ്പോർട്ടഡ് ഹെർ. ഫോർ ഹാവിങ് സപ്പോർട്ടഡ് ഹെർ. ആദ്യത്തെ സെൻറ്റൻസിൽ യു ഹാവ് സപ്പോർട്ടഡ് ഹെർ എന്നാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ അതിനെ ആ ഒരു സെൻറ്റൻസിനെ മാറ്റി ഫോർ ഹാവിങ് സപ്പോർട്ടഡ് ഹെർ എന്നാക്കി മാറ്റി. നെക്സ്റ്റ് വൺ,
He is angry with me as I have not met him this year. He is angry with me as I have not met him this year. ഞാൻ ഈ വർഷം അവനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അവൻ എന്നോട് ദേഷ്യത്തിലാണ്. ഇത് ഒരു നോർമൽ സെൻറ്റൻസ് ആണ്. ഐ ഹാവ് നോട്ട് മെറ്റ് ഹിം നോക്കൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. മാത്രമല്ല അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നമുക്കിതിനെയും ഫോർ പ്ലസ് ഹാവിങ് പ്ലസ് V3 വെച്ച് നോക്കാം. ഹീ ഈസ് ആംഗ്രി വിത്ത് മീ ഫോർ നോട്ട് ഹാവിങ് മെറ്റ് ഹിം ദിസ് ഇയർ. സെയിം മീനിങ്ങിലുള്ള സെൻറ്റൻസ് കിട്ടി, പക്ഷേ നമ്മൾ അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ചു. ഐ ഡിസ്ലൈക്ക് ദിസ് മൂവി ആസ് ഇറ്റ് ഹാസ് നോട്ട് കണ്ടംഡ് ദ റോങ് ഡൂയിങ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ മോശമായ കാര്യങ്ങളെപ്പറ്റി ഒട്ടും ക്രിറ്റിസൈസ് ചെയ്യാത്തത് കൊണ്ട്, കണ്ടം ചെയ്യുക മീൻസ് ക്രിറ്റിസൈസ് ചെയ്യുക, ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല എന്നതിനാൽ ഞാൻ ആ മൂവി ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇറ്റ് ഹാസ് നോട്ട് കണ്ടംഡ് നോക്കൂ, നെഗറ്റീവ് സെൻറ്റൻസ് കൂടിയാണ്. നമുക്ക് ആ സെൻറ്റൻസിനെ ഒന്ന് മാറ്റി എഴുതാം. ഐ ഡിസ്ലൈക്ക് ദിസ് മൂവി ഫോർ നോട്ട് ഹാവിങ് കണ്ടംഡ് ദ റോങ് ഡൂയിങ്സ് ഓഫ് ദ സൊസൈറ്റി. പെർഫെക്റ്റ് ടെൻസിൽ ഉള്ള പാർട്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മാറ്റാൻ കഴിയൂ. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും ആകാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.